ഹായ് ഇറ്റ്സ് DTH ദ കേസ് ഡയറി. ഇതൊരു ഫിലിം റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട, ഒരു സ്ഥിരാഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം ഞാൻ ഈ പടം ഫുൾ കണ്ടില്ല. ഫുൾ കാണാൻ പറ്റാതിരുന്നതെന്ന് വെച്ചാൽ പടത്തിന് കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നു. അതായത് ഒരു 10 മിനിറ്റ് വയറിന് പ്രശ്നം പറ്റി, അങ്ങനെ വെളിയിൽ പോകേണ്ടി വന്നു. അവസാനത്തെ ഒരു 10 മിനിറ്റ് മുമ്പുള്ളൊരു 10 മിനിറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ അതുകൊണ്ട് ഒരു ഫിലിം റിവ്യൂ എന്നതിനെ വിളിക്കുന്നതിൽ എനിക്ക് എന്തോ ഒരു മനസാക്ഷി കുത്തുപോലെ. പക്ഷേ കണ്ടാൽ വെച്ച് അഭിപ്രായം പറയാം. അതായത് 2 മണിക്കൂർ 17 മിനിറ്റാണ് പടം. അതിലൊരു 2 മണിക്കൂറെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് പടം. അപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഇതിൽ അഭിനയിക്കുന്നത് നമ്മുടെ അഷ്കർ സൗദനാണ്. മമ്മൂടിയുടെ പെങ്ങളുടെ മോനാണ്. പിന്നെ അഷ്കർ സൗദനെ കൂടാതെ രാഹുൽ മാധവ്, ബാല, വിജയരാഘവൻ, ബിജുക്കുട്ടൻ, പിന്നെ സാക്ഷി അഗർവാൾ എന്നൊരു നടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബിജുക്കുട്ടനും വിജയരാഘവനും ഉള്ളത് കൊണ്ട് ഒരു ഡീസൻറ്റ് പടം എന്നൊക്കെ പറയാം. അതായത് ഡീസൻ്റ് എന്ന് വെച്ചാൽ പടം മോശമാണ്, പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും കണ്ടിരിക്കാം. വളരെ മോശം പടം വെച്ചാൽ വളരെ മോശം പടമല്ല, പക്ഷേ മോശം പടമാണ്. ഇതിനേക്കാൾ മോശം പടം കണ്ടിട്ടില്ല വെച്ചാൽ ഇതിനേക്കാൾ മോശം പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുറ്റാന്വേഷണ കഥയാണ്, പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് അന്തം കൊന്തുമില്ലാത്തൊരു കഥയാണ്. പ്രത്യേകിച്ച് ലോജിക്കൊന്നും വലുതായിട്ടില്ല. അതായത് ഇപ്പം ഈ സാക്ഷി അഗർവാൾ അഭിനയിക്കുന്ന നടി, ഡോക്ടറുടെ അഭിനയിക്കുന്ന സാക്ഷി അഗർവാൾ, ഡോക്ടർ ഭാനു, അപ്പം ഇടയ്ക്ക് ഒരു സീനിൽ പേടിച്ചൊക്കെ നിൽക്കും ഗുണ്ടകളെ കണ്ടിട്ട്. അവസാനമൊക്കെ ആകുമ്പം വേറൊരു സീനിൽ ഗുണ്ടകളൊക്കെ ഇടിച്ച് നിരത്തും. അപ്പോൾ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാട്ടിന് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത വെറുതെ പാട്ട് കുത്തിത്തിരക്കും. പാട്ടെന്ന് വെച്ചാൽ പാടത്ത്, കളരി, പിന്നെ കർഷകരുടെ പാട്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പാട്ടിൽ തന്നെ പലതും കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാട്ടിലാണെങ്കിൽ പഞ്ചാബീസൊക്കെ ഒന്ന് ഹോളിയുടെ സമയത്ത് പഞ്ചാബീസൊക്കെ ഒന്ന് ഭാംഗ്ര പോലൊക്കെ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഈ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാത്ത കുറേ പാട്ടുകളും സീൻസും കെടിച്ച് കയറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു റിയാസ് ഖാൻ ഉണ്ട്. റിയാസ് ഖാൻ, എൻ്റെ പേര് മോറിസ് പെഡ്രോ അൽവാരസ്നോ അങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു വില്ലനാണ്. പിന്നെ ഈ നമ്മുടെ അഷ്കർ സൗദൻ വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയൊരു സ്പോയിലർ പറയുന്നില്ല, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുള്ളി അങ്ങനെ കൺവിൻസിങ് ആണ്. അതീവ മോശമൊന്നും പറയാൻ വേണ്ടിയൊന്നുമില്ല, കൺവിൻസിങ് ആണ്, ഓക്കെയാണ്. പക്ഷേ ഒരു വല്ലാത്ത അൽക്കുലത്ത് കഥയായിപ്പോയി. ഞാൻ കണ്ടതിൽ വെച്ച് പറയുകയാണെങ്കിൽ 1 star out of 5 ഫോർ ദ കേസ് ഡയറി.